ഇത് ഏതറിൻ്റെ പുതിയ ചാർജിങ് ഹോൾഡറാണ് കേട്ടോ. ആമസോൺ വഴിയാണ് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ ഒരുപാട് നോക്കിയിരുന്നു, പക്ഷേ ഇതുവരെ ഒരു വീഡിയോസോ കാര്യങ്ങളൊന്നും യൂട്യൂബിലോ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. അപ്പം പിന്നെ അതിനെ കൊണ്ട് പിന്നെ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും ബാക്കിയുള്ള ഫോണിൻ്റെ പ്രൊഡക്റ്റൊക്കെ ചെയ്യുന്നതല്ലേ, അതേമാതിരി തന്നെ ചാർജറും സ്റ്റാൻഡും ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 1199 1200 ഒരു രൂപ കുറവാണ് പ്രൈസ് വരുന്നത്. വേറെ മോഡലും ഉണ്ട് അതിൽ, പക്ഷെ അതിനെ ഇങ്ങനെ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം അതിൽ കാണുന്നില്ല. പക്ഷെ അതും വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല, എന്തെങ്കിലും തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പം പിന്നെ പിന്നെ ഫോട്ടോയിൽ ലോക്കിൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് കാണുന്നുണ്ട്. ലോക്ക് ഫ്രീ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പറ്റും. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. എൻ്റെ കൂടെയുള്ള ലോക്ക് ചെറിയൊരു നോർമലായിട്ട് വരുന്നതാണ്, പക്ഷെ അത് ഭാവിയിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ടൈപ്പൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ഇത് ചാർജർ ഇങ്ങനെ പുറത്ത് ഓരോ പ്രാവശ്യം വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ചാർജർ എടുത്ത് കൊണ്ടുപോവുക പിന്നെ തിരിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പുറത്താണെങ്കിൽ ഇട്ട് പോകാനും കഴിയില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 19 റുപ്യേൻ്റെ അടുത്തൊക്കെ വില വരുന്നതല്ലേ. അപ്പം പിന്നെ എന്തായാലും ലോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഓപ്ഷൻ കണ്ട്, പിന്നെ ചില ആൾക്കാർ നമ്മളെ ഈ സ്വിച്ച് ബോർഡോ മറ്റേ DP സ്വിച്ച് ഉണ്ടല്ലോ, അതൊക്കെ വെക്കുന്ന ബോക്സിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിരിക്കണം. പക്ഷെ അതൊന്നും അത്ര ഒരു പെർഫെക്റ്റായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഈ ഫാനിൻ്റെ കാറ്റ് പുറത്തേക്ക് പോകാനുള്ളൊരിത് ഒന്നും അതിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പം പിന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷന് ഇത് തന്നെ ഉള്ളൂ. അത്യാവശ്യം കനമുള്ള സാധനം കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വന്ന സമയത്ത് ചെറിയൊരു ബെൻഡായിട്ടാണ് വന്നത്. ഉള്ളോട്ട് കുടുങ്ങിയിട്ട് ആ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇറങ്ങുന്നില്ലായിരുന്നു ചാർജർ ഇട്ട പാട്. പിന്നെ അത് അത്യാവശ്യം നല്ല വെയിറ്റ് കൊടുത്ത് വലിച്ചതിന് ശേഷമാണ് കുറച്ച് നീർന്ന് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 4 സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ലോക്കലായിട്ട് വരുന്നൊരു നോർമൽ പൂട്ടും ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ പ്രൈസാണ് അതിൽ 1199. അതിനി കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിനെക്കാട്ടി നല്ലൊരു പ്രൊഡക്റ്റ് വേറെ ആരെങ്കിലും ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ റേറ്റ് കുറയ്ക്കാൻ മതിയാവും. ഇപ്പോൾ നിലവിലുള്ളതിൽ അത്യാവശ്യം നല്ലൊരു കാണാനും കുഴപ്പമില്ലാത്തൊരു ഭംഗിയുണ്ട്, വൈറ്റ് കളർ അതിനെ കൊണ്ട്. പിന്നെ ഒരു ഡിസൈൻ കണ്ടിട്ടൊരു ഇത് ഭംഗിയില്ലാത്ത മാതിരി ഉണ്ടെങ്കിലും ചാർജർ അതിൽ വെച്ചതിന് ശേഷം പിന്നെ കുഴപ്പമില്ല. മൂന്ന് ചാവി അതിൻ്റെ കൂടെ വരുന്നത്. അതിൻ്റെ സ്ക്രൂ പ്ലഗൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇൻബിൽഡായിട്ട്. പിന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ടൊരു 16 ആംപിയർ പ്ലഗ് പുറത്ത് വെച്ചിട്ടുണ്ട്. കമ്പനി പറഞ്ഞ നോർമൽ മതി എന്നാണ്, പക്ഷെ അത് നോർമലിലൊന്നും റെഡിയായി കിട്ടുന്നില്ല. ഹീറ്റ് ആവുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. 6 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് നോർമൽ പ്ലഗിൽ അങ്ങനെ 16 ആംപിയറിൽ തന്നെ വെച്ച്. ഏതായാലും ഫിറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ വാട്ടർ ലെവലൊക്കെ വെച്ചിട്ട് തന്നെ ഫിറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനൊരു ബെൻഡ് വേണ്ടല്ലോ, അത് ആ സ്ക്രൂ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ് സ്കെച്ച് പെന്നിനെ കൊണ്ട്. ഡ്രില്ലർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ കൊണ്ട് പെട്ടെന്ന് ഹോൾ ചെയ്യാം. ഒരു 2-3 മിനിറ്റിനെ കൊണ്ട് പണി കഴിഞ്ഞു. ഡ്രില്ലർ ഇല്ലെങ്കിൽ അത് ഹോൾ ചെയ്തിരിക്കുക പറഞ്ഞാൽ
അത്ര സമയം എടുക്കും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കളറിൽ വരുന്ന ആ പെയിൻറ്റും അത്യാവശ്യം നല്ല കട്ടിയുള്ള, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനുസായിട്ടുള്ളതല്ല, കുറച്ചൊരു മാറ്റ് ടൈപ്പും അല്ല, ഒരു കട്ടിയുള്ള പെയിൻറ്റിങ് ആണ് എന്തായാലും. എന്താ അതിനെങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ അത് അതിൽ വെച്ചിട്ട് ആ ഫാൻ്റെ എയർ പുറത്തേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. മുകളിലായാലും മോൾ ഭാഗത്തും ഒരു ചെറിയ ഹോള് വരുന്നുണ്ടല്ലോ, ആ ലോക്കിങ് വരുന്ന മോൾ ഭാഗത്താണ്. അപ്പോൾ ആ ഭാഗത്ത് കൂടെ എയർ പോകുന്നുണ്ട്. പിന്നെ ആ ചാർജറിൻ്റെ തിരിച്ചിട്ട് വയ്ക്കിയിരുന്നു, ആ സമയത്ത് ആ കേബിൾ മുകളിൽ തട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ആ വണ്ടിയിലേക്ക് ചാർജർ കണക്ട് ചെയ്യുന്ന ആ ഭാഗം അടിഭാഗത്ത് വരുന്ന അതിൻ്റെ വയർ അങ്ങനെ ഇട്ടാലേ റെഡി ആവുന്നേ ഉള്ളൂ. രണ്ട് സൈഡും ഇടാം, പക്ഷെ അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 4 സ്ക്രൂ വരുന്നതിനെ കൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ആ ബെൻഡ് നിർത്താൻ വേണ്ടി വലിച്ച സമയത്തൊന്നും അനങ്ങുന്നില്ല, അത്രക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിനെ കൊണ്ട്. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെ അത്ര വിചാരിച്ചത്ര മോശം സാധനമൊന്നുമല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. മനസ്സില്ലേ മനസ്സോടെ വാങ്ങിയതാ, ഒരു അഭിപ്രായം കിട്ടാതെ. പക്ഷെ എന്തായാലും യൂസ്ഫുള്ളായി. ഇനിയിപ്പോൾ ഇങ്ങനെ ചാർജർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഇതിൽ റിവ്യൂ ഒന്നും ഇല്ല, ആകെ ഒറ്റ റിവ്യൂ ഇട്ട് ഇതുവരെ വന്നിട്ടേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, പർച്ചേസ് ലിങ്ക്. പിന്നെ രണ്ട് സൈഡ് 3M സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണ്. ആ ചാർജർ സ്ക്രാച്ച് ആവാതിരിക്കാനോ അല്ലെങ്കിൽ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അത്ര കറക്റ്റ് ഫുള്ള് നല്ല ടൈറ്റൊന്നുമല്ല, പിന്നെ അത്യാവശ്യം ചെറിയ ലൂസുണ്ട്. അത് അതിൽ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ പറയുകയാണെങ്കിൽ രണ്ട് സൈഡും കൂടി എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും, ഒന്നും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഇനി വരൊന്നും വെക്കാതിരിക്കാൻ. അതിപ്പം തന്നെ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച് വരാനായിട്ടുണ്ട് സൈഡൊക്കെ. ഇനിയിപ്പോൾ അതിൽ നിന്നോളല്ലോ. ഞാൻ അതിൻ്റെ അടിയത്തെ ബുഷ് കളകി പോകുന്നുണ്ട്, 2 ബുഷ് ഓൾറെഡി പോയി. അതിനി കിട്ടുമോ നോക്കണം എവിടെയെങ്കിലും. സ്ക്രൂ ചെയ്യാൻ കഴിയുന്നില്ല, സ്ക്രൂ ഡ്രൈവർ ഉള്ളത് ഇവിടെ ചെറുതാണ്, അപ്പോൾ അത് പിടിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം സ്ക്രൂ കുറച്ച് കയറി കഴിഞ്ഞതിന് ശേഷം നല്ല ടൈറ്റായി. മാക്സിമം ടൈറ്റ് ആക്കിയത്. ഇനിയിപ്പോൾ സ്ക്രൂ പുറത്തേക്ക് വന്നിട്ട് ആ ചാർജറിൻ്റെ മുകളിൽ തട്ടണ്ടാലോ വിചാരിച്ചിട്ട്. പക്ഷെ തട്ടൊന്നുമില്ല, ആ ഗ്യാപ്പ് ഉണ്ട്. അത് അതിൽ ഇറക്കി ആ ചാർജർ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് രണ്ട് സൈഡും ഒക്കെ. വെറുതെ ഒരു ടാപ്പ് ഒട്ടിച്ചതാണ്, ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി എന്തെങ്കിലും വര വെക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡും 3M സ്റ്റിക്കർ വരുന്നുണ്ടെങ്കിൽ ആ ഗ്രേ കളറുള്ള ആ 3M അല്ല, ആ ഒരു അത്ര ഡബിൾ സൈഡ് സ്റ്റിക്കറായിട്ട് വരുന്ന സാധനം തോന്നുന്നു. ആ കട്ടിയിൽ വരുന്ന സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ. പക്ഷെ അതേമാതിരി തന്നെ നമുക്കൊരു ഡബിൾ സൈഡ് കൂടി രണ്ട് സൈഡിലും കൂടി ചെറുങ്ങനെ വെക്കുന്ന ഒന്നും കൂടി നല്ലതായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, വണ്ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്ലഗിൻ്റെ ഇത് വയർ അടിയിലേക്ക് ഇറക്കി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മുകളിലേക്ക് ആവുന്ന സമയത്ത് അത് ആ ലോക്കിങ്ങിൻ്റെ അവിടെ തട്ടുന്നുണ്ട്, കയറുന്നില്ല. അത് ബെൻഡായി പോയിട്ടുണ്ട്. ആ കൊറിയറിൽ വരുന്ന സമയത്ത് തൊട്ടും ലോക്കിങ്ങിൻ്റെ അത് ഉള്ളിലായിട്ട് നിന്നത്.
അത്യാവശ്യം നല്ല അത്ര ലോഡ് കൊടുത്ത് വലിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് നീങ്ങി വരുന്നത്, അത്രയും പവർഫുള്ളാണ്. പിന്നെ വണ്ടിൻ്റെ ബാക്കിൽ ഒരു കിഡ്സിൻ്റെ സീറ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്താലോ വിചാരിക്കുന്നുണ്ട്. അതും കുറേ കാണുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് വാങ്ങിയത്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അത് ആമസോണിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ അതും ശരിക്കും യൂസ്ഫുള്ളാണ്. കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് രണ്ടാളെ ബാക്കിൽ ഇരുത്തലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ബാക്കോട്ട് മാളിപ്പോവുക അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ സീറ്റിൻ്റെ മുകളിൽ പ്രൊട്ടക്ഷനായിട്ട് ഇരുന്നോളൂ. ഈ പൂട്ടൊരു നോർമൽ പൂട്ടാട്ടോ, ഇത് ഒറ്റ തട്ടലിന് പൊട്ടിപ്പോവും. പക്ഷെ അത് മാറ്റി വെക്കാം. ഹോൾ അത്യാവശ്യം വലുപ്പമുണ്ടായതിനെ കൊണ്ട് ഏത് ടൈപ്പ് പൂട്ട് വേണമെങ്കിലും ഇടാം. പക്ഷെ റേറ്റ് കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിന്നെ ഇവർക്ക് എന്തെങ്കിലും പൂട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ കൂടെ കൊടുത്തതായിരിക്കും. ഇതിപ്പോൾ ഡിസംബർ മാസം ചാർജറിൻ്റെ പ്ലഗ് കൊടുത്തിരുന്നല്ലോ. പിന്ന് കൊടുത്തത് ആദ്യം കൊടുത്തത് 16 ആമ്പിയർ പിന്നായിരുന്നു കമ്പനി കൊടുത്തത്. ഇപ്പോൾ ഞാൻ ഡിസംബറിലാണ് വണ്ടി എടുത്തത്. ഇപ്പോൾ പിന്നെ നോർമൽ പിന്നായി പ്ലഗിൽ കണക്ട് ചെയ്യുന്ന, അത് തീരെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. എൻ്റെ സ്റ്റാർട്ടിങ് കൊടുത്തത് 16 ആമ്പിയർ ഏകദേശം ആ പിന്നിന് തന്നെ 1000 റുപ്യേൻ്റെ അടുത്തോ അത്രയൊക്കെ കോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ഇപ്പം വരുന്ന ഒരു 100 രൂപ വരെ വില ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷെ ബോക്സ് ചാർജർ ഇല്ലാതെ കാണുന്നതിനെക്കാട്ടി ഭംഗിയുണ്ട്. ചാർജർ അതിൽ ഇട്ടതിന് ശേഷം ആ ലൈറ്റ് അടിയിൽ കത്തുന്നുണ്ട് ചാർജിങ്ങിൻ്റെ. ശരിക്കും മുകളിലേക്കാണ് ഒന്നും കൂടി സുഖമായിരുന്നു ലൈറ്റ് കത്തുന്ന പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ മുകളിലാകുമ്പോൾ ആ കേബിളോടെ ചെറുങ്ങനെ തട്ടുന്ന മാതിരിയുണ്ട്, പിന്നെ അത് താഴേക്കാക്കി. ശരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും വരാം. മറ്റേത് മുകളിലൊക്കെ ആയി കഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ അല്ലേ, ചാർജിങ്ങിൻ്റെ കേബിൾ ശരിയാവില്ലല്ലോ. എന്തായാലും അവർ നല്ല ഐഡിയപരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുകളിൽ കണ്ടില്ലേ ഹോള്, ആ ഗ്യാപ്പ്, ആ ലോക്കിങ്ങിൻ്റെ അവിടെ മുകളിൽ ഗ്യാപ്പ് ഉണ്ടായതിനെ കൊണ്ട് എയർ ആയിക്കൂടെ പോയിക്കൂടെ. ഫാനിൻ്റെ കാറ്റും പോകുന്നുണ്ട് മുകളിൽ, ആ കാറ്റും അവിടെ ഗ്യാപ്പ് ഉണ്ടായതിനെ കൊണ്ട് അതും പോകുന്നുണ്ട്. മറ്റേത് ചില ആൾക്കാർ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഡി വി സ്വിച്ചിൻ്റെ ബോക്സൊക്കെ വെച്ച് ചെയ്ത് അതിലൊന്ന് എയർ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പ്രയാസമാണ്. പിന്നെ അതാ ലോക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് തുറന്ന് പിന്നെ ചാർജ് ചെയ്യണത് പൂട്ടി അങ്ങനെ കളിക്കണ്ടേ. ഇതാകുമ്പോൾ പ്രശ്നമില്ല, ഇതങ്ങോട്ട് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചാർജർ രാത്രി ചെയ്യുന്ന സമയത്ത് മാത്രം ഇതാക്കിയാൽ മതിയല്ലോ, ആ ചാവി കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതിൻ്റെ ഒരു 3/4% വില എന്തായാലും അതിനും ഉണ്ടാവും. പിന്നെ അത് വാങ്ങി ആ വയറിന് വേണ്ടിയിട്ട് സൈഡ് കട്ട് ചെയ്തൊക്കെ കളിച്ച് കുഴപ്പമില്ല കേട്ടോ, വിചാരിച്ചതിനെക്കാട്ടി പെർഫെക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. സാധനം എന്തായാലും സൂപ്പറായിട്ടുണ്ട്.